പ്രണയമാസമെന്ന് ലോകം വിളിക്കുന്ന ഫെബ്രുവരിയിൽ കൊച്ചിയും ഒരു പ്രണയത്തിലാണ്. അത് കടലിനോടോ കായലിനോടോ അല്ല, തൻ്റെ നഗരപാതകളിൽ വിരിഞ്ഞു നിൽക്കുന്ന പിങ്ക് സ്വപ്നങ്ങളോടാണ്. അതെ, കൊച്ചി നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ പിങ്ക് ട്രംപറ്റ് പൂക്കളോട്. പ്രകൃതി കൊച്ചിക്ക് നൽകുന്ന വാലന്റൈൻ സമ്മാനം. കാറ്റിലടർന്നു വീഴുന്ന പൂവിതളുകൾ കാൽപ്പനിക കാവ്യം പോലെയാണ് റോഡിനെ ഉണരുന്നത്. തിരക്കേറിയ മെട്രോ നഗരത്തിൻ്റെ ബഹളങ്ങളിൽ കാഴ്ചക്കാരൻ്റെ മനസ്സിൽ ഒരു പ്രണയ സംഗീതം മീട്ടാൻ ഈ വസന്തം ധാരാളം. ഇലകൾ പൊഴിച്ച് മരങ്ങൾ തപസ്സിരുന്നത് ഈ പൂക്കൾക്ക് വേണ്ടിയായിരുന്നു. അതെ, യഥാർത്ഥ പ്രണയവും കാത്തിരിപ്പിനൊടുവിൽ വിരിയുന്ന ഈ ട്രംപറ്റ് പൂക്കൾ പോലെയാണ്. കൊച്ചിയുടെ ഓരോ തെരുവുകളും ഇന്ന് വെറുമൊരു റോഡല്ല, മറിച്ച് പ്രകൃതിയുടെ പ്രിയപ്പെട്ടവർക്കായി ഒരുക്കിയ മനോഹരമായ ക്യാൻവാസ് കൂടിയാവുകയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണല്ലോ ഇപ്പോൾ. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതുവഴി പോയപ്പോൾ കണ്ടെന്നേ ഉള്ളൂ. ഞാനൊരു ഇതിപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് ഈ ഫ്ലവർ കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇതിലേ വന്ന് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. നല്ല രസമായിട്ടുണ്ട്. ഇനിയും എവിടെയൊക്കെയോ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു കണ്ടെയ്നർ റോഡിലൊക്കെ. റോഡിൽ ചിതറിക്കിടക്കുന്ന പിങ്ക് ഇതളുകൾക്കിടയിൽ പ്രിയപ്പെട്ടവരുടെ കൈകോർക്കുമ്പോൾ പ്രണയകാവ്യം കണ്ട അനുഭൂതി തന്നെയാണ്. വന്നപ്പോൾ ഈ പൂക്കൾ തന്നെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഞാനിത് ബാംഗ്ലൂരിലൊക്കെ പോയപ്പോഴാണ് കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് കൊച്ചിയിൽ ഇപ്പോൾ വരുന്നതാണ്. ഭയങ്കര രസമുണ്ട്. അടിപൊളി ഫോട്ടോ ഫ്രെയിമിനായിട്ടുള്ളതും പ്രത്യേകിച്ച് ഈ മാസത്തെ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വരിക, ഫോട്ടോ എടുക്കണം. നല്ല ഭംഗിയെടുത്ത് കാണാനും അതുപോലെ പ്രണയങ്ങൾ കൂടുന്ന സമയങ്ങളൊക്കെയാണ് ഇപ്പോൾ. അത് കൊച്ചിയിലും എല്ലായിടത്തും സൂപ്പറാണ്. പ്രകൃതിയും ആധുനിക നഗരവും തമ്മിലുള്ള ഈ ഇണക്കം കൊച്ചിയും കടന്ന ദിക്കുകൾ താണ്ടുകയാണ്. ഈ ട്രംപറ്റ് വസന്തത്തിന് അല്പായുസായിരിക്കാം, പക്ഷേ ഈ പൂക്കൾ നൽകുന്ന ഓർമ്മകൾക്ക് നിത്യപ്രണയത്തിൻ്റെ സുഗന്ധമുണ്ട്. ട്രംപറ്റ് പൂക്കൾ കൊണ്ട് പ്രണയം പൊഴിക്കുന്ന കൊച്ചിയിൽ നിന്നും സുജയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്.